അർജുൻ കല്യാട് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, നമുക്കറിയാം ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകനായ BJP നേതാവ് പീഡിപ്പിച്ച കേസാണ്. 2020 ഇതിന്റെ നിയമ നടപടികൾ ആരംഭിക്കുന്നത്. അപ്പോൾ മുതൽ തന്നെ പല വിവാദങ്ങളിൽ ഇത് കുടുങ്ങിയിട്ടുണ്ട്. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഈ അടുത്തിടയ്ക്കാണ് പരോൾ നൽകിയതും അത് നീട്ടി നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നത്. ഇപ്പോഴിതാ ശിക്ഷാവിധി മരവിപ്പിക്കുന്ന നടപടി, ജാമ്യം ലഭിക്കുന്ന നടപടിയും ഉണ്ടായിരിക്കുന്നു. എന്താണ് CPIMന്റെ ആരോപണം? CPIMനെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സംബന്ധിച്ച് വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് പാലത്തായി കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. കാരണം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം BJP നേതാവായിട്ടുള്ള BJPയുടെ മുൻ പഞ്ചായത്ത് ഭാരവാഹിയും അതുപോലെ തന്നെ അധ്യാപക സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരനുമൊക്കെയായി പ്രവർത്തിച്ചിരുന്ന ഒരു അധ്യാപകനാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള കുനിയിൽ പത്മരാജൻ എന്ന് പറയുന്ന അധ്യാപകനെ. ഈ അധ്യാപകനാണ് ഈ 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതി ഉയരുന്നത്. ഇതിനുശേഷം ഈ കേസിന്റെ അന്വേഷണ വഴിയിൽ ഒരുപാട് ആരോപണങ്ങൾ, അതായത് കേവലമായി അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നതിലെങ്കിൽ അന്വേഷണത്തിൽ ശരിയായ ദിശയിലല്ല ഈ അന്വേഷണം നടക്കുന്നത് എന്നതിലുപരിയായി പല തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷണ സംഘം ഉൾപ്പെടെ ബോധപൂർവമോ അല്ലാതെയോ ഈ പറയുന്ന കുറ്റപത്രം ഉൾപ്പെടെ നൽകുന്നതിൽ വരുത്തിയിട്ടുള്ള കാലതാമസം, ഇതൊക്കെ വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ച ആയിട്ടുള്ളതാണ്. ഇതിന് ഏറ്റവും ഒടുവിൽ, അതായത് തലശ്ശേരി കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്ന ഘട്ടത്തിൽ പോലും ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നതാണ്. ആ തരത്തിൽ ഈ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത് വലിയ അല്ലെങ്കിൽ ഒരു ഞെട്ടിക്കുന്ന ഒരു വിധിയായി തന്നെ നമുക്ക് കാണേണ്ടി വരും. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. CPIM ഇപ്പോൾ ആരോപിക്കുന്നത് UDF സർക്കാരിന്റെ ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് എന്നുള്ള ആരോപണം CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉയർത്തുകയാണ്. കാരണം കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പോലീസ് കുറ്റമറ്റ അന്വേഷണം നടത്തി തെളിവുകൾ സഹിതം കോടതിയിൽ ഇതിന്റെ മറ്റ് രേഖകളെല്ലാം തന്നെ സമർപ്പിച്ചിരുന്നു. അതിനാൽ കടുത്ത ശിക്ഷയാണെന്ന് കോടതി നൽകിയിരുന്നത്. എന്നാൽ ഭരണമാറ്റമുണ്ടായി UDF സർക്കാർ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ, അതായത് മാസങ്ങൾക്കുള്ളിൽ തന്നെ RSS നേതാവായ പ്രതിക്ക് പ്രോസിക്യൂഷന്റെ ഒത്തുകളിയിലൂടെ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് CPIM ആരോപിക്കുന്നത്. RSSന്റെ നയം പിന്തുടരുന്ന സർക്കാർ ഇടപെടലില്ലാതെ പ്രോസിക്യൂഷൻ ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ലാഘവത്തോടെ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സമീപിക്കില്ല എന്നുള്ളതാണ് CPIMന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആരോപിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് UDF സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അല്ലെങ്കിൽ UDF സർക്കാരിന്റെ പങ്ക് ഇതിൽ സംശയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് CPIMന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ വരും ദിവസങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയാവാൻ വേണ്ടി പോകുന്ന ഒരു വിഷയമാണ്. CPIMനെ സംബന്ധിച്ച് CPIM ഭരണത്തിലുണ്ടാവുന്ന ഘട്ടത്തിൽ ഇതിൽ കുറ്റപത്രം നൽകുന്നതിൽ ഉൾപ്പെടെ ചെറിയ കാലതാമസം ഉണ്ടായിരുന്നു. 90 ദിവസം പൂർത്തിയാക്കുന്ന ഈ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിന് ശേഷവും 90 ദിവസം പിന്നിട്ടിട്ടും അല്ലെങ്കിൽ പിന്നിടാൻ വേണ്ടി പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഇതിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. ആ ഘട്ടത്തിൽ ഉൾപ്പെടെ വലിയ വിമർശനം സർക്കാരിനെതിരെയും അന്നത്തെ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിനെതിരെയും ഒക്കെ ഉയർന്നു വന്നതാണ്. പിന്നീട് ഇതിനകത്ത് പോക്സോ വകുപ്പ് ഉൾപ്പെടെ, അതായത് ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ പോക്സോ വകുപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിൽ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ഒഴിവാക്കി അതിന് പകരം മറ്റ് ചില വകുപ്പുകൾ ഉൾപ്പെടുത്തി. എന്ത് കാരണത്താലാണ് ഈ പോക്സോ വകുപ്പുകൾ ഒഴിവാക്കിയത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ LDF സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നീട് ഇതിൽ അനുബന്ധ കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ടാണ് ഇതിൽ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ഉൾച്ചേർത്തത് എന്നാണ് നമുക്ക് നമ്മുടെ അറിവ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ വലിയ വിമർശനം ആ ഘട്ടത്തിലെല്ലാം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് LDF സർക്കാരിനെതിരെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രതിക്ക് ജാമ്യം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അത് UDF സർക്കാരിനെതിരായിട്ടുള്ള ഒരു ചൂണ്ടുവിരലായി തന്നെ മാറും. എന്തായാലും വലിയ രാഷ്ട്രീയ വിമർശനം ഇതിനകം തന്നെ UDF സർക്കാരിനെതിരെ ഉയർന്നു കഴിഞ്ഞു. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. CPIMന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ് ഇത്തരമൊരു ആരോപണം ഇപ്പോൾ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അർജുൻ കല്യാടും ശ്യാം ദേവരാജുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിയമ വഴിയിൽ ഉടനീളം നോക്കിയാൽ ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ താണ്ടി തന്നെയാണ് ഈ കേസ് ഈ പ്രതിക്ക് ശിക്ഷ ലഭിക്കുന്ന തരത്തിൽ, അഴിക്കുള്ളിലാക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇപ്പോഴിതാ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധി അത് അത്യന്തം ഞെട്ടിക്കുന്നതാണ്. പ്രതിയുടെ ജീവപര്യന്തം തടവ് ശിക്ഷ അത് വിധിച്ചത് മരവിപ്പിച്ചിരിക്കുന്നു. ഒപ്പം ജാമ്യവും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വീണ്ടും ഈ കേസ് വന്നെത്തുന്നു എന്നതുകൂടിയാണ് സാഹചര്യം.